ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്കിനെ പറ്റിയായിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു, ടെക്സ്റ്റിലുള്ളത് ചെയ്തിരുന്നു അല്ലേ? യെസ്, ടെസ്റ്റിലുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എക്സസൈസും കൂടിയാണ് ആ ഒരു സെക്ഷനിൽ നമ്മൾ ചെയ്യാനുള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എക്സസൈസിൽ എത്ര ക്വസ്റ്റ്യനാണ്? ഒരു ഐ തിങ്ക് ഇറ്റ്സ് 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ express each number as the product of prime. എന്താണ് പറഞ്ഞേക്കുന്നത്? ഈ ഓരോ നമ്പേഴ്സിനെ നമ്മൾ പ്രൈംസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫാക്ടറൈസ് ചെയ്യാം അല്ലേ? ആദ്യത്തെ നമ്പർ ഏതാണ്? 140 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 140 ഏതുകൊണ്ട് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് പറ്റും അല്ലേ? 2 കൊണ്ട് 2 7s 40 0. ഇതിനെ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? 7 കൊണ്ട് പറ്റുമല്ലേ? 7 10s 70. ഇനി വീണ്ടും 2 കൊണ്ട് പറ്റും. 2 5s 10. സോ ഇനി വേറൊന്നും കൊണ്ട് പറ്റില്ല, കാരണം 5 എന്ന് പറയുന്നത് ഒരു പ്രൈമാണ് അല്ലേ? അപ്പം വേറൊന്നും കൊണ്ട് പറ്റില്ല. സോ നമുക്ക് എഴുതാം 2 × 7 × 5 അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 2² × 7 × 5 അല്ലേ? 140 പ്രൈം ഫാക്ടറൈസേഷൻ നമുക്ക് കിട്ടി. 140 നമ്മൾ പ്രോഡക്ട്സ് ഓഫ് പ്രൈംസ് ആയിട്ട് എഴുതി. ഓക്കെ, ഇനി 156 എങ്ങനെയാണ് എഴുതുന്നത്? 2² × 7 × 5. ഓക്കെ, ഇനി 156. സോ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ് വന്നേക്കുന്നത്. സോ നമുക്ക് 2ൻ്റെ മൾട്ടിപ്പിളിൽ വരുമല്ലേ 6, മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരും. സോ 2 കൊണ്ട് നമുക്ക് ചെയ്യാം, ഫാക്ടറൈസ് ചെയ്യാം. 2 7s 40 1 ഇങ്ങോട്ട് വരും. ഇപ്പോൾ 16 ആവും. 2 8s 16. ഇനി വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 2 3s 6, 2 9s 18. ഇനി ഇതിനെ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? നമുക്ക് 2 കൊണ്ട് പറ്റില്ല അല്ലേ? 2ൽ 9 വരില്ലല്ലോ, അപ്പോൾ 2 കൊണ്ട് പറ്റില്ല. പിന്നെ 3 കൊണ്ട് പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഡിജിറ്റ്സ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യണം. സോ 9 + 3 എന്ന് പറയുന്നത് എന്താണ്? 12 ആണ്. 12 എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിളിൽ വരും. സോ 3 കൊണ്ട് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. 1 3. ഇനി 13 നമുക്ക് വീണ്ടും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, 13 എന്ന് പറയുന്നത് ഒരു പ്രൈം ആണല്ലേ, അപ്പം അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് 156 എങ്ങനെ എഴുതാൻ പറ്റും? 2² × 3 × 30 എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഇത് നമ്മളിപ്പോൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ 2² × 5 × 7 എഴുതാം അല്ലേ? ഈ 148 അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്പർ 3825 3825. ഇതിന് നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? എന്തുകൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം? 5 ആണ് ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വന്നേക്കുന്നത്. സോ 5 കൊണ്ട് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. 5 7s 35 36 37 38. അപ്പോൾ 3 വരും. 6 30. പിന്നെ ഇപ്പോഴത്തോട്ട് 2 വരും. അപ്പോൾ 25. 5 5s 25. സോ വീണ്ടും 5 കൊണ്ട് ചെയ്യാം. 5 1s 5 26 അല്ലേ? അപ്പോൾ 5 5s 25 1 5 3s 15 അല്ലേ? ഇനി ഏതുകൊണ്ട് പറ്റും? 3 കൊണ്ട് പറ്റുമോ? 2 കൊണ്ട് പറ്റില്ല. 3 കൊണ്ട് പറ്റുമോ? ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ 5 + 1 6, 6 + 3 9. അപ്പോൾ 3 കൊണ്ട് പറ്റും. 3 5s 15, 3 1s 3. സോ ഇനി വീണ്ടും 3 കൊണ്ട് പറ്റുമല്ലേ? 6 വരും ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ 3 കൊണ്ട് പറ്റും. സോ 3 1s 3, 3 7s 21.
അല്ലേ? ഇനി 17 വീണ്ടും ചെയ്യാൻ പറ്റില്ല, കാരണം 17 എന്ന് പറയുന്നൊരു പ്രൈമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ വരും? പ്രോഡക്റ്റ് ഓഫ് പ്രൈമായിട്ട് എഴുതുമ്പോൾ എങ്ങനെ വരും? 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ ഇൻറ്റു 17 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 3 നമ്പേഴ്സ് പ്രോഡക്റ്റ് ഓഫ് പ്രൈമായിട്ട് എഴുതിയിട്ടുണ്ട്. ബാക്കി 2 നമ്പേഴ്സ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ഓക്കെ, ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. Find the LCM and HCF of the following pairs of integers and verify that LCM into HCF is equal to product of the two numbers. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ ഈ നമ്പേഴ്സിൻ്റെ LCMും HCFും കണ്ടുപിടിക്കുക. എന്നിട്ട് LCM ഇൻറ്റു HCF അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആണ്, അതിന് ഈക്വൽ ആണ് എന്ന് കാണിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം LCM കണ്ടുപിടിക്കണം, പിന്നെ HCF കണ്ടുപിടിക്കണം. സോ നമ്മൾ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 26ഉം 91 ആണ് അല്ലേ? ഫാക്ടറൈസ് ചെയ്യാം നമുക്ക്. അപ്പോൾ 26ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുവാണ്. സോ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? 2 കൊണ്ട് ചെയ്യാം അല്ലേ? 2 1s are 2, 2 3s are 6. സോ 2 ഇൻറ്റു 13. 13 വീണ്ടും ചെയ്യാൻ പറ്റില്ല, കാരണം പ്രൈമാണ്. ഇനി 91 നമുക്ക് എങ്ങനെ ചെയ്യാം? എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? 7 കൊണ്ട് പറ്റും അല്ലേ? കാരണം എന്താണ്? 7ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ് പറയുന്നത്? 91. ലാസ്റ്റ് ഡിജിറ്റിൻ്റെ ട്വൈസ് എടുക്കുക. 1 ഇൻറ്റു 2 ഈക്വൽ ടു 2. എന്നിട്ട് ബാക്കിയുള്ള ഡിജിറ്റുമായിട്ട് സബ്സ്ട്രാക്ട് ചെയ്യുക. 9 - 2 എന്ന് പറയുന്നത് എന്താണ്? 7 ആണ് അല്ലേ? അപ്പം ഇതെന്ന് പറയുന്ന 7ഓ 7ൻ്റെ മൾട്ടിപ്പിളോ ആയിട്ട് വരികയാണെങ്കിൽ 7 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 7 പറയുന്നത്. സോ ഇതിന് 7 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 7 1s are 7, 8 9 21 അല്ലേ? 7 3s are 21. 13 വീണ്ടും ചെയ്യാൻ പറ്റില്ല, കാരണം 13 എന്ന് പറയുന്ന ഒരു പ്രൈമാണ്. സോ ഇങ്ങനെ വന്നു. ഇനി നമുക്ക് എന്താണ്? LCM. ആദ്യം നമുക്ക് HCF കണ്ടുപിടിക്കാം. HCF ഓഫ് 26 91. ഓക്കെ, HCF എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് നമ്പേഴ്സിനും കോമൺ ആയിട്ട് വരുന്ന നമ്പർ നോക്കുക. ഏതുണ്ട് കോമൺ ആയിട്ട്? 13 ഉണ്ട് അല്ലേ? എന്നിട്ട് നമ്പേഴ്സ് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സിൻ്റെ ഏറ്റവും ചെറിയ പവർ എടുക്കുക. അപ്പോൾ ഇവിടെ 13 മാത്രമേ ഉള്ളൂ കോമൺ ആയിട്ട് വരുന്നത്. ചെറിയ പവർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. സോ അതിൻ്റെ HCF എന്ന് പറയുന്നത് 13 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് LCM കണ്ടുപിടിക്കാം. LCM എങ്ങനെയായിരുന്നു? LCM ഓഫ് 26 91 എങ്ങനെയായിരുന്നു? ഏറ്റവും ഗ്രേറ്റസ്റ്റ് പവർ ആണ് അല്ലേ? കോമൺ ആയിട്ടൊന്നും നോക്കണ്ട, ഏറ്റവും ഗ്രേറ്റസ്റ്റ് പ്രൈം ഫാക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. സോ എന്താണ്? 2 ഇൻറ്റു 7 ഇൻറ്റു 13 ഇത്രയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2 7s are 14 ആണ്. 14 ഇൻറ്റു 13 ചെയ്ത് നോക്കുക. 12 1 4 4 1 അല്ലേ? 2 8 1. സോ 182 എന്ന് വരും അല്ലേ? ഇനി നമുക്ക് എന്താണ് പറഞ്ഞേക്കുന്നത്? അപ്പോൾ നമുക്ക് LCM എന്തെന്ന് കിട്ടി? LCM എന്തെന്ന് കിട്ടി? 182 എന്നും കിട്ടി. HCF എന്ന് പറയുന്നത് 13 എന്നും കിട്ടി. സോ ഇനി നമുക്ക് വെരിഫൈ ചെയ്യണം. LCM ഇൻറ്റു HCF എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് 2 നമ്പേഴ്സ് നമുക്ക് വെരിഫൈ ചെയ്യണം. സോ ഓക്കെ, അപ്പോൾ HCFിൻ്റെ LCMൻ്റെയും പ്രോഡക്റ്റ് ഞാൻ ആദ്യം കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, നോക്കിക്കോ. നമുക്ക് HCF ഓഫ് 26 91 എന്താണ് കിട്ടിയത്? 13 ആണ് കിട്ടിയത്. ഇനി LCM ഓഫ് 26 91 എന്ന് പറയുന്നത് 182 എന്നും കിട്ടി. ഇനി നമ്മളിതിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുകയാണ്. ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെയും പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കണം, അതാണ് കിട്ടേണ്ടത്. അപ്പോൾ
182 into 30 ചെയ്ത് നോക്കുക. 182 into 30. 3 2s are 6, 3s are 4, 5, 2, 8, 1, 6, 6, 2 13 അല്ലേ 2. അപ്പോൾ പ്രോഡക്റ്റ് എന്ത് കിട്ടി? 2366 എന്ന് കിട്ടി. HCFൻ്റെ LCMൻ്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ കിട്ടി. ഇനി നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് നോക്കാം. 26 into 91. അപ്പോൾ രണ്ടിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ സെയിം നമ്പർ തന്നെ നമുക്ക് കിട്ടണം. ഓക്കെ, ഒന്ന് റബ്ബ് ചെയ്യാം. (26 into 91) 6, 2, 4, 54, 9 6 are 54, 5, 80, 23. So 6, 6, 3, 2 കിട്ടിയില്ലേ? രണ്ടും ഈക്വലായിട്ട് കിട്ടി. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു കേസിൽ 26 into 91 എന്ന് പറയുന്നത് LCM of 26 91 into HCF of 26 91 എന്ന് പറയാൻ പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ? ഇതാണ് ഒന്നാമത്തെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനും കൂടി ഞാൻ ചെയ്യാം. തേർഡ് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇതും കൂടി ഒന്ന് റബ്ബ് ചെയ്തേക്കട്ടെ, അതോ വേണ്ടല്ലേ? ഇതൊന്ന് എൻ്റർ ചെയ്തിട്ട് താഴോട്ട് കൊണ്ടുപോയാൽ മതിയല്ലോ. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? 510ൻ്റെ 92ൻ്റെ എന്ത് കണ്ടുപിടിക്കുക? LCM HCF കണ്ടുപിടിക്കുക. സോ 510 നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. എന്തുകൊണ്ട് പറ്റും? 2 കൊണ്ട് പറ്റും അല്ലേ? 2 കൊണ്ട് പറ്റും. സോ 2 2s are 4, 2 5s are 10, 2 5s are 10. ഇനി എന്താ? 5 കൊണ്ട് പറ്റും. 5 5s are 25, 5 1s are 5. ഇനി 3 കൊണ്ട് പറ്റും. ഡിജിറ്റ്സ് നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് 6 വരുന്നു. അപ്പോൾ 3 കൊണ്ട് പറ്റും. 3 1s are 3, 3 7s are 21. സോ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 510 എന്ന് പറയുന്നത് 2 into 3 into 5 into 70 ആൻഡ് പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി നെക്സ്റ്റ് 92 ചെയ്യുകയാണ്. ഓക്കെ, 92 ചെയ്യുമ്പോൾ എന്താ വരിക? പറഞ്ഞേ. 2 കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലേ? 2 കൊണ്ട് ചെയ്യുമ്പോൾ 2 3s are 6, 2 4s are 8, 2 6 are 12, 2 2s are 4, 2 3s are 6. ഓക്കെ, അപ്പം 92 എന്ന് പറയുന്നത് 2 square into 23 എന്ന് എഴുതാൻ പറ്റും. സോ നമുക്ക് HCF ഓഫ് 510 92 എന്ത് എഴുതാൻ പറ്റും? കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കുക. 2 മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത്
ചെറിയ പവർ. 2ൻ്റെ ചെറിയ പവർ എന്ന് പറയുന്നത് 1 ആണ്. സോ 2⁻1 which is equal to 2 തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടുള്ളത് LCM ആണ്. ഓക്കെ, LCM എങ്ങനെ കണ്ടുപിടിക്കാം പറയൂ. LCM of 510 92 കോമൺ ആയിട്ട് വരുന്ന നോക്കുക, ഗ്രേറ്റസ്റ്റ് പവർ നോക്കുക. കോമൺ ആയിട്ട് വരുന്ന നോക്കണ്ട, ഗ്രേറ്റസ്റ്റ് പവർ നോക്കുക, എന്നിട്ട് അതെടുത്ത് എഴുതുക. ഏതാണ് ഇതിൻ്റെ അകത്ത്? 2² ആണല്ലേ ഗ്രേറ്റസ്റ്റ് പവർ. പ്രൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, രണ്ടിലും വരുന്ന പ്രൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക ഗ്രേറ്റസ്റ്റ് പവർ നോക്കിയിട്ട്. 3 × 5 × 17 × 23 അല്ലേ? ഓക്കെ, ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് പറയാം 2 3 2 3 4 6 0 ഇതാണ് വരിക LCM ആയിട്ട്. ഓക്കെ, അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ ടൈമില്ല, എല്ലാം കൂടി ചെയ്യാൻ ടൈമില്ല. സോ അതൊന്ന് ചെയ്ത് നോക്കുക. നമ്മളെല്ലാം കൂടി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ LCM = LCM of 510 92 എന്ന് പറയുന്നത് 2 3 4 6 0. ഇനി നമുക്കിത് വെരിഫൈ ചെയ്യാം. ഈ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 510 × 92ൻ്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആണ് എന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ ചെയ്തോളുക. തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് എഴുതുക, പിന്നെ HCFും LCMും കണ്ടുപിടിക്കുക, പിന്നെ എന്താ രണ്ട് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണ് എന്ന് കാണിക്കുക, മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കുക. ഓക്കെ, ഇനി ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് ദ ഫോളോയിങ് ഇന്റിജേഴ്സ് ബൈ അപ്ലൈയിങ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. അപ്പോൾ നമുക്ക് ഇതും LCMും HCFും കണ്ടുപിടിക്കേണ്ടതാണ്. സോ ചെയ്യാം. ഇവിടെ 3 നമ്പേഴ്സ് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ എന്താണ് ഫസ്റ്റ് നമ്പർ 12 15 21. അപ്പോൾ 12ൻ്റെ ചെയ്യാം, 15ൻ്റെ 21ൻ്റെ. സോ 12ൻ്റെ ചെയ്യുന്നത് എങ്ങനെയാണ്? ചെറിയ നമ്പറാണ് അല്ലേ? അപ്പോൾ 2 6 are 12, 2 3s are 6. അപ്പോൾ 2² × 3 എന്ന് കിട്ടി. ഇനി 50 3 കൊണ്ട് പറ്റും. 3 5s are 50. ഇനി പറ്റില്ല. 3 × 5 21. 21 എന്ന് പറയുമ്പോൾ 3 കൊണ്ട് പറ്റില്ലേ? 3 7s are 21. സോ 3 × 7 അല്ലേ? ഇനി നമുക്ക് HCF കണ്ടുപിടിക്കണം അല്ലേ? HCF ഓഫ് 12 15 21. HCF എന്താണ്? കോമൺ ആയിട്ട് വരുന്ന പ്രൈം നോക്കുക. ഇതിൻ്റെ അകത്ത് 3 കോമൺ ആയിട്ട് വരുന്നുണ്ട്, വേറെ നമ്പറും കോമൺ ആയിട്ട് വരുന്നില്ല. അതിൻ്റെ ഏറ്റവും ലീസ്റ്റ് പവർ എടുക്കുക. അപ്പോൾ 3ൻ്റെ ലീസ്റ്റ് പവർ എന്ന് പറയുന്നത് 3 തന്നെയാണ്. സോ HCF ഓഫ് 12 15 21 എന്ന് പറയുന്നത് 3 ആണ്. യെസ്, അതെ. ഇനി നമുക്ക് LCM കണ്ടുപിടിക്കാം. LCM എങ്ങനെയാണ്? ഗ്രേറ്റസ്റ്റ് പവർ നോക്കുക അല്ലേ? ഓരോ നമ്പേഴ്സിൻ്റെയും ഗ്രേറ്റസ്റ്റ് പവർ നോക്കുക. അപ്പോൾ ഇവിടെ എന്താണ് 2² വരുന്നുണ്ട്, അവിടെ കോമൺ ആണെന്ന് നോക്കണ്ട. 2² വരുന്നുണ്ട്, പിന്നെ 3 വരുന്നുണ്ട് അല്ലേ? 3 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്, 7 അല്ലേ? അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 3 5s are 50. 4 × 15 × 7. 15 × 4 എന്ത് വരും? 22 60 അല്ലേ? അതെ, × 7. 6 7s are 54 അല്ല, 6 7s are 42 അല്ലേ? 7 5s are 35, 7 6 are 42. സോ 420. സോ LCM നമുക്ക് എന്ത് കിട്ടി? 420 കിട്ടി. ഒന്നാമത്തത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തതും മൂന്നാമത്തതും ചെറിയ നമ്പേഴ്സാണ്, നിങ്ങൾ ചെയ്ത് നോക്കുക. LCMും HCFും കണ്ടുപിടിക്കും. അതിൻ്റെ അകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല, വെറുതെ ടൈം കളയണ്ട.
ഇനി നെക്സ്റ്റ് നമുക്ക് വെരിഫൈ ചെയ്യാനാണ് നമ്മളെ ഇക്വേഷൻ ഏതാണ് HCF ഓഫ് A and B, where A and B are integers into LCM of A and B എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആണ് എന്നുള്ളത് ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് വെരിഫൈ ചെയ്യാനല്ല, ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യേണ്ടുള്ള പ്രോബ്ലമാണ്. ഇവിടെ നമുക്ക് HCF തന്നിട്ടുണ്ട്, ആ രണ്ട് നമ്പേഴ്സും തന്നിട്ടുണ്ട് അല്ലേ. ഒരെണ്ണം 306 തന്നിട്ടുണ്ട്, ഒന്ന് 657 തന്നിട്ടുണ്ട്. സോ നമുക്ക് LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. LCM ഓഫ് 306 657 എന്താ വരിക? 306 into 657 divided by 9 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 306നെ 9നെ പൂർണ്ണമായിട്ട് വായിക്കാൻ പറ്റുമോ? ഞാൻ കൊണ്ട് വായിക്കാൻ പറ്റുമോ 306നെ? ഓക്കെ, 306 രണ്ടും 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നുണ്ട്. നോക്കാം, ഞാൻ കൊണ്ട് പറ്റിയില്ലെങ്കിൽ 3 കൊണ്ട് എന്തായാലും പറ്റും. സോ 10 3s are 27, 36 അല്ലേ, പറ്റുമല്ലോ. 9 4s are 36 അല്ലേ, അപ്പോൾ 34 എന്ന് വരും. ഇനി ഇത് പ്രോഡക്റ്റ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 22338 എന്ന് കിട്ടും. ഓക്കെ, പ്രോഡക്റ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. LCM എന്ന് പറയുന്നത് 22336 എന്ന് കിട്ടും. അപ്പോൾ LCM ഓഫ് 306 657 equal to 22338. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ചെക്ക് വെദർ 6 raised to n can end with the digit 0 for any natural number. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടെക്സ്റ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 4 raised to n-ൻ്റെ കേസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. n എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ചെക്ക് ചെയ്യാമല്ലോ. n-ൻ്റെ ഏതെങ്കിലും ഒരു വാല്യൂവിൽ 4 raised to n ചെയ്ത് കിട്ടുന്ന ആ ഒരു നമ്പർ 0യിൽ എൻഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് 0യിൽ എൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞെടുക്കുക. അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. 6 നമ്മൾ എടുക്കുകയാണ്. 6 നമ്മൾ എടുക്കുക. സ്റ്റെപ്സൊക്കെ അതുപോലെ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു തരാം. ഒരൊറ്റ വ്യത്യാസമേ അവിടെ വരുന്നുള്ളൂ. നമ്മൾ മറ്റേതിൽ 2 raised to 2n എന്ന് അവസാനം പറഞ്ഞു. ഇവിടെ 2 into 3 raised to n 3 whole raised to n എന്നാണ് വരിക. അപ്പോൾ നമ്മൾ എടുക്കുകയാണ് 6 raised to n. ഒരു n ഉണ്ട്, ഏതൊരു നാച്ചുറൽ നമ്പർ ഉണ്ട്, n ഉണ്ട്. 6 raised to n എന്ന് പറയുന്ന ചെയ്ത് കിട്ടുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിട്ട് വരുന്നതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഡിജിറ്റിനെ നമുക്ക് 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 5 അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? 6 raised to n-ന് എന്തുണ്ടാവും? ആ ഒരു നമ്പറിന് എന്തുണ്ടാവും? പ്രൈം ഫാക്ടർ ആയിട്ട് 5 ഉണ്ടാവും അല്ലേ. 5 എന്ന് പറയുന്ന ഒരു പ്രൈം ഫാക്ടർ ഉണ്ടാവും അവിടെ അല്ലേ. പക്ഷേ 6 raised to n-നെ നമ്മൾ 2 into 3 the whole raised to n എന്നാണ് എഴുതുക. അപ്പോൾ 2 raised to n into 3 raised to n. ഇവിടെ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? 2 into 2 into etc. to 2. ഇത് n ടൈംസ് വരുന്നു. ഈ ഒരു പ്രൈം n ടൈംസ് വരുന്നു. അതുപോലെ തന്നെ 3 എന്ന് പറയുന്ന ആ ഒരു പ്രൈം അത് n ടൈംസ് വരുന്നു. ഓക്കെ, ഇതിൻ്റെ രണ്ടിലും 2ലും 2 3 മാത്രമേ ഉള്ളൂ അല്ലേ. ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രൈംസ് ആയിട്ട് 6 raised to n-ൻ്റെ പ്രൈംസ് ആയിട്ട് വരുന്നത് 2ഉം 3 മാത്രമേ ഉള്ളൂ, പക്ഷേ 5 വരുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്കിൻ്റെ യൂണിക്നെസ്സിനെ
കോൺട്രഡിക്ഷനാണ് അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, എന്തെന്ന് പറയാൻ പറ്റും, 5 എന്ന് പറയുന്ന ഒരു പ്രൈം ഫാക്ടർ ഉണ്ടാവില്ല. അതിനകത്ത് എന്താണ് 6n is equal to 6n. ആ n-ന് ഏത് നമ്പർ ഇട്ട് കൊടുത്താലും അത് ചെയ്ത് കിട്ടുന്ന ആ ഒരു സംഖ്യ ഒരിക്കലും 0-ൽ അവസാനിക്കില്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് അത് വരുന്നത്. സ്റ്റെപ്സ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4n ചെയ്തില്ലായിരുന്നോ? അതുപോലെ ആണ് വരുന്നത്. മാറ്റം ഒന്നേ ഉള്ളൂ, നമ്മൾ 6n-നെ 2 × 3n എന്ന് എഴുതുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ മാറ്റം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Explain why 7 × 11 × 13 plus 13 and 7 × 6 × 5 × 4 × 3 × 2 × 1 plus 5 are composite numbers. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രണ്ട് നമ്പേഴ്സിനെ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നതെന്നാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പ്രൈം നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഒരു നമ്പറിന് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയണമെങ്കിൽ അതിന് എക്സാക്ട്ലി രണ്ട് സംഖ്യകൾ കൊണ്ട് ഡിവിസിബിൾ ആവാൻ പറ്റുള്ളൂ ആ ഒരു നമ്പറിന്. ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഡിവൈസേഴ്സ് എന്ന് പറയുന്നത് 1ഉം എക്സും മാത്രമായിരിക്കും. 2 ഡിവൈസേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ അതിന് 2-ൽ കൂടുതൽ ഡിവൈസേഴ്സ് ഉണ്ടാവും. ഓക്കെ, അതായത് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, അതിന് 2-ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് കാണിക്കേണ്ടത് ഈ രണ്ട് നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ് എന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് 2-ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ കാണിച്ചാൽ മതി. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 7 എങ്ങനെയാണ്? 7 × 11 × 13 + 13. അപ്പോൾ ഈ രണ്ട് ഡിജിറ്റിൽ നിന്ന് നമുക്ക് എന്താണ് 13 കോമൺ എടുക്കാം അല്ലേ? 13 കോമൺ എടുക്കുമ്പോൾ എന്താ വരിക? 77 + 1 എന്ന് വരും അല്ലേ? കോമൺ ഒക്കെ എടുക്കാൻ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ 13 × 78 എന്ന് കിട്ടും. ഓക്കെ, ഈ 13 നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് 78-നെ വീണ്ടും പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. സോ അതിനെ 2 കൊണ്ട് ചെയ്യുന്നു. 2 3s are 6, 2 9s are 18, 3 1 3. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 13 × 2 × 3 × 13 എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? 13 × 13 × 2 × 3 × 1 ചുമ്മാ നമുക്ക് എഴുതാം. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? അതിന് 1ഉം ഈ ഒരു നമ്പറിന് 1ഉം 1 അല്ലാതെ വീണ്ടും വേറെ ഫാക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിന് 1ഉം ആ നമ്പറും അല്ലാതെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് ഇതിലൂടെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, 13 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 1 ഉണ്ട്. അപ്പോൾ ഈ ഒരു നമ്പറിന് നമുക്ക് ഈ നമ്പേഴ്സ് കൊണ്ടെല്ലാം ഡിവിസിബിൾ ആണ്, പൂർണ്ണമായിട്ടും ഡിവിസിബിൾ ആണ്. സോ അതൊരു കോമ്പോസിറ്റ് നമ്പർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ് അടുത്ത നമ്പർ? അതേപോലെ തന്നെയാണ് ചെയ്യുക. നമ്മൾ 7 × 6 × 5 × 4 × 3 × 2 × 1 + 5. ഇതിൻ്റെ രണ്ടിൽ നിന്ന് നമ്മൾ 5 കോമൺ എടുക്കുക. 7 × 6 × 5 × 5 കോമൺ എടുത്തു. 4 × 3 × 1 + 1 ഇങ്ങനെ വരും അല്ലേ? ഇനി ഇത് ഇത്രയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സംഖ്യ വരിക 5 × 1008 + 1 എന്ന് വരും. ഓക്കെ, ഇനി ഇത് രണ്ടും നമ്മൾ കൂട്ടുക. 5 × 1009 × 1. ഓക്കെ, അപ്പം എന്താ പറയുക? ഈ ഒരു നമ്പറിന് പ്രൈം ഫാക്ടേഴ്സ് ഉണ്ട്, 2 കൂടുതൽ പ്രൈം ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. സോ 2 കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു
രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്ന ബോത്ത് നമ്പേഴ്സ് ഹാവ് മോർ ദാൻ 2 ഡിസ്റ്റിങ് ഫാക്ടേഴ്സ്. സോ എബോ നമ്പേഴ്സ് ആർ കോമ്പോസിറ്റ്. അതുകൊണ്ട് കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. There is a circular path around a sports field. Sonia takes 18 minutes to drive one round of the field, while Ravi takes 12 minutes for the same. Suppose they both start at the same point and at the same time and go in the same direction. After how many minutes they meet again at the starting point? അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സോണിയ രവി എന്ന് പറയുന്ന രണ്ട് കുട്ടികളുണ്ട്. അപ്പോൾ നമുക്കൊരു സ്പോർട്സ് ഫീൽഡ് ഉണ്ട്. ഇതൊരു ഫീൽഡ്, സ്പോർട്സ് ഫീൽഡാണെന്ന് വെച്ചോ. ഓക്കെ, പച്ചയ്ക്ക് കൊടുക്കാം. സ്പോർട്സ് ഫീൽഡ് സ്പോർട്സ് ഫീൽഡിൻ്റെ ഇതെന്താണ്? റൗണ്ട് ഷേപ്പാണ് അല്ലേ? സ്പോർട്സ് ഫീൽഡിന് റൗണ്ട് ഷേപ്പാണുള്ളത് അല്ലേ? സർക്കുലർ പാത്ത്. അപ്പോൾ ഇതൊരു സ്പോർട്സ് ഫീൽഡാണ്. ഇതിന് ചുറ്റും ആര് ഓടുകയാണ്? രണ്ടുപേര് ഓടുകയാണല്ലേ? അപ്പോൾ ഇതിന് ചുറ്റും ഒരു പാതയുണ്ട്. സ്പോർട്സ് ഫീൽഡിന് ചുറ്റും, അതിന് ചുറ്റും Sonia takes 18 minutes to drive one round of the field, while Ravi takes 12 minutes for the same. Suppose they both start at the same point at the same time and go to the same direction. അപ്പോൾ രണ്ടുപേര് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതെ, ഇങ്ങനെ ഇതിന് ചുറ്റും ഓടാൻ രണ്ടുപേരും ഓടുകയാണ്, ചുറ്റും ഓടുകയാണ്. ഇതൊരാൾ ഓടുന്നത്, ഇത് രണ്ടാമത്തെ ആൾ ഓടുന്നത്. ഓക്കെ, സർക്കിളാണെന്നൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുക. തൽക്കാലം ഇത് സർക്കിളാണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് സപ്പോസ് ഇതാണെന്ന് വെച്ചോ. രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത് നമ്മളെ സോണിയ സ്റ്റാർട്ട് ചെയ്തത്, ഇത് രവി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഫ്റ്റർ ഹൗ മെനി മിനിറ്റ്സ് ദേ മീറ്റ് അഗെയിൻ അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ എത്ര മിനിറ്റിന് ശേഷം അവർ ഒരുമിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിച്ചേരും, അതായത് മീറ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടുപേരും ഡിഫറെൻറ്റ് ടൈംസിലാണ് ഓടി കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരാൾ 18 മിനിറ്റ്സ് എടുക്കുന്നുണ്ട്, ഒരാൾ 12 മിനിറ്റ്സും എടുക്കുന്നുണ്ട്. ഓക്കെ, സെയിം ടൈമിലാണെങ്കിൽ അവർ സെയിം ടൈമിൽ തന്നെ എന്താണ് വീണ്ടും എത്തും എന്ന് പറയാൻ പറ്റും. ഓക്കെ, പക്ഷേ ഈ ഒരു കേസിൽ സെയിം ടൈമിലല്ല. സോണി 18 മിനിറ്റ്സ് എടുക്കുന്നുണ്ട്, നമ്മുടെ രവി 12 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. സോ ഒരേ ടൈമിൽ രണ്ടുപേരും കൂട്ടിമുട്ടുക എന്ന് പറയുമ്പോൾ ഈ രണ്ട് സമയത്തിനെയും സമയവും കൊണ്ട്, ഈ രണ്ട് സമയവും കൊണ്ട്, അതായത് 18 മിനിറ്റ്സിനെയും 12 മിനിറ്റ്സിനെയും കൊണ്ട്, 18നെയും 12ഉം കൊണ്ട്, 18നെയും 12നെയും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യ, ആ സംഖ്യയാണ് ഇവർ പരസ്പരം കണ്ടുമുട്ടാൻ പോകുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത്, വീണ്ടും കണ്ടുമുട്ടാൻ പോകുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത്. സോ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? LCM ആണ് കണ്ടുപിടിക്കുക അല്ലേ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. അടുത്ത് കണ്ടുമുട്ടാൻ പറ്റുന്ന ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ടൈം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് LCM കണ്ടുപിടിക്കാം, രണ്ടിൻ്റെയും LCM കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കത് പ്രൈം ഫാക്ടറൈസേഷൻ വെച്ച് തന്നെ നോക്കാം. അപ്പം 18നെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. എന്തുകൊണ്ട് ചെയ്യാം? 2 9s are 18, 3 3s are 9. So 18 2 into 3 into 3. So 2 into 3 square നേടാ. അടുത്ത് 12, 2 6 are 12, 2 3s are 6. So 2 square into 3. അപ്പം നമുക്കിങ്ങനെ എഴുതാം. LCM എന്ന് പറയുന്നത്
എന്താണ് ഹയസ്റ്റ് പവർ വരുന്ന നമ്പേഴ്സ് കോമൺ ആയിട്ട് നോക്കണ്ട, പ്രൈംസിൽ ഹയസ്റ്റ് വരുന്നത് നോക്കുക. അപ്പോൾ ആദ്യം എന്താണ് 2 സ്ക്വയർ അല്ലേ, 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ. അപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ 4 ഇൻറ്റു 9 അല്ലേ, ഈസ് ഈക്വൽ ടു 36. സോ അവർ 36 മിനിറ്റ്സ് അവർ സ്റ്റാർട്ട് ചെയ്ത് 36 മിനിറ്റ്സ് എത്തുമ്പോൾ അവർ വീണ്ടും ഒരുമിച്ച് മീറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ആ ഒരു ക്വസ്റ്റ്യനും ആൻസറും. ഓക്കെ, മനസ്സിലായല്ലോ. എക്സസൈസ് ഒക്കെ സിമ്പിളാണ്. നമ്മൾ ആ ഒരു ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്കും ആ ഒരു പ്രൈം ഫാക്ടറൈസേഷനും HCF കണ്ടുപിടിക്കാനുള്ളതും ആ ഇക്വേഷനും മാത്രം പഠിച്ചാൽ മതി. എക്സസൈസ് ഒക്കെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, വേറെ കാര്യങ്ങളൊന്നുമില്ല. സോ ഞാൻ സോൾവ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസൊക്കെ ഇത് കാണുന്നവർ സോൾവ് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് നമ്മൾ ആ ഒരു സെക്ഷൻ, ദ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ ഉണ്ട്. ഏതാണ് റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്. അതായത് √2 നമ്മൾ ഇറാഷണൽ നമ്പറാണ് 9th പഠിച്ചിട്ടുണ്ട് അല്ലേ, ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. √2 എന്ന് പറയുന്ന ഒരു ഇറാഷണൽ നമ്പറാണ്. അതുപോലെ √5 എന്ന് പറയുന്ന ഒരു ഇറാഷണൽ നമ്പറാണ്. എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് ഇനി അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ പറയുന്നത്. ഇത് അതെ, ആപ്ലിക്കേഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫുണ്ട്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം, അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ എന്താണ് റാഷണൽ നമ്പേഴ്സ്. ഇത് റാഷണൽ നമ്പേഴ്സിൻ്റെയാണ്. പിന്നെ റാഷണൽ നമ്പേഴ്സിൻ്റെ ആ ഒരു ഡെസിമൽസ് എന്താണ്, ഒന്നുകിൽ ടെർമിനേറ്റിംഗ്, റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ഒന്നുകിൽ ടെർമിനേറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് റിപ്പീറ്റിംഗ് ആയിരിക്കും. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരിക്കും. ആ ഒരു കാര്യവും ഈ ഒരു ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്കിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ആ രണ്ട് സെക്ഷൻസ് നമുക്ക് വരുന്ന ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ക്ലാസ്സൊക്കെ കാണുക, എല്ലാ ക്ലാസ്സും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ, ബൈ.